എന്താണ് പതിവില്ലാതെ? ഓഫീസിലുണ്ട്. രണ്ട് ടീം വന്നല്ലേ? നിങ്ങൾക്ക് തീരെ കഥയില്ല. 30 ലക്ഷം പറഞ്ഞത് നിങ്ങളെ കണ്ണൊക്കെ തള്ളി 30 ലക്ഷം കാണാത്തവരെ മതി. ആഴാനുണ്ടോ? നിങ്ങൾ എത്ര പേരോട് പറഞ്ഞിരുന്നത്? 30 ലക്ഷം തന്നെ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട? നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ കുട്ടി പറഞ്ഞോണ്ടി. 35 ലക്ഷമൊക്കെ വാങ്ങില്ലെന്ന് പറഞ്ഞോണ്ടി. ഓക്കെ. അതെ അതെ അതെ. ഇസ്ലാമികപരമായ രീതിയിൽ തന്നെയാണ് ഒക്കെ പോണത്. ഫോണൊക്കെ വാങ്ങിച്ചു പോകും. 2-3 വിളിച്ചു പോകും. ഓക്കെ. ആയിക്കോട്ടെ. ശരി. സാർ എന്താണോ? എടോയോ, ഇത് പഴയ കാലമൊന്നുമല്ല. ഞാൻ ഇവിടുത്തെ പിയൂണാണ്. അയ്യോ, എന്നാ പറയൂ പിയൂൺ സാർ. സാർ അഡ്മിഷനുള്ള കുട്ടികളെ വന്നിട്ടുണ്ട്. അഡ്മിഷൻ എത്ര ശതമാനം ഉണ്ടാവല്ലേ? ഒരു 99%. വന്ന വണ്ടി ഏതാ? വണ്ടി ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോറിക്ഷ? അതെ. അപ്പൊ മാർക്കറ്റ് ടീമായിരുന്നു. വരാൻ പറ. മാർക്ക് ഉണ്ടാവില്ല. ചോയ്സ് നോക്കാനല്ലോ. നിങ്ങൾക്ക് എത്ര മാർക്ക്? 99. ഇനി ഇയാൾ കയറിക്കുന്നു. അമ്മ വിളിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ്സ് +2 99% +2 വരെ മലയാളമാണ് ബേസിലെ. ഇതൊരു ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന. അപ്പോൾ ഇംഗ്ലീഷ് ബേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അഡ്മിഷൻ ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാനില്ല. എങ്ങനെയെങ്കിലും സീറ്റ് ഇവിടെ 4 സീറ്റ് വൈകില്ല. ഡിപ്പാർട്ട്മെന്റിലൊന്നും ഇവിടെ സീറ്റ് വൈകില്ല. അത് ഓക്കെ. പിന്നെ ഇവിടെ മാനേജ്മെന്റിൽ വേണം. ബാംഗ്ലൂർ ഒരു 30 lakhs 25,000 മതി. ഇംഗ്ലീഷ് ബേസിലാണ് പഠിക്കലും മോളെ. എന്താ നീ പറയുന്നത്? 20 അല്ലെന്താ അറിയൂ? ഈ 2 റബ്ബറും നമുക്ക് വെട്ടിക്കാണ്ട് ബിൽഡിംഗ് ആയിട്ട് ഇതിമണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാവുന്ന. ഇതെന്താ ചിന്തടി?